ഏറ്റവും പ്രധാനം കൂടല്ലൂരിൽ നിന്ന് കുറേയധികം ആളുകൾ അത് ഇങ്ങോട്ടേക്ക് എം ഡിയുടെ ആ കുഞ്ഞു ഗ്രാമം എം ഡിയുടെ ആ പ്രമേയ പരിസരമായിരുന്ന ആ നിള തീരത്തു നിന്നൊക്കെ ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് വരുന്നു. ഞാനിവിടെ നിന്നപ്പോൾ അൻവർ എന്ന് പറഞ്ഞ ഒരാളോട് സംസാരിക്കുകയായിരുന്നു. അവിടെ നിന്ന് വന്നാണ് എം ഡിയെ കാണാൻ വേണ്ടി വന്നതാണ്. അദ്ദേഹത്തെ കാണാൻ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നതാണ്. നേരത്തെ അസുഖമായി കിടക്കുന്ന സമയത്ത് പലപ്പോഴും വന്ന് കാണാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അന്നും സാധിച്ചില്ല. അതിനു മുന്നേ അദ്ദേഹവുമായി വളരെയധികം സൗഹൃദം, അദ്ദേഹത്തിൻ്റെ ഒരു പിതൃസ്ഥാനത്ത് കണ്ടുകൊണ്ട് ഞങ്ങൾ കൂടല്ലൂർക്കാർക്ക് എപ്പോഴും ഇങ്ങോട്ട് കയറി വരാൻ പറ്റുന്ന ഒരു ഇടമായിരുന്നു ഈ സിത്താര. മറ്റ് ആളുകൾക്കോ EAPകൾക്കോ മാധ്യമങ്ങൾക്കോ പ്രവേശനം ഇല്ലാത്ത സമയത്ത് പോലും ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഒരു ഫോൺ കോൾ ചെയ്താൽ ആ വന്നോളൂ എന്ന് പറയുന്ന ഒരു പ്രകൃതം, ആ മനസ്സിൽ കൂടല്ലൂർക്കാർക്ക് നൽകിയ ആ ഒരു സ്ഥാനം, അത് ഞങ്ങൾ തിരിച്ചു നൽകിയിട്ടുണ്ട് അദ്ദേഹം. അത് എന്നും കെടാതെ സൂക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ നോക്കും. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിയോഗം ഞങ്ങളെ സംബന്ധിച്ച് തീരാ നഷ്ടമാണെന്നൊക്കെ പറയാമെങ്കിൽ കൂടി അതിനേക്കാൾ എത്രയോ അപ്പുറം വൈകാരികമാണ്. കൂടല്ലൂർ എന്ന് വളരെ ശൂകമാണ്. എന്താണ് പറയേണ്ടതെന്നറിയില്ല. എന്തിനും അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ പലരും വന്നിട്ടുണ്ട്. അതിലൊരാൾ ഞാൻ. അപ്പോൾ കൂടല്ലൂർ നമ്മൾ കൂടല്ലൂരോട് സംസാരിക്കുമ്പോൾ വളരെ വൈകാരികമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ തൊണ്ടയിടുന്നുണ്ട്, വിതുമ്പുന്നുണ്ട്. സ്വാഭാവികമാണ്. കാര്യം ആ ദേശത്തെ ലോകത്തിൻ്റെ മുന്നിലേക്ക് ഉയർത്തിയ ആ ദേശത്തിൽ നിന്നും കഥയുടെ ബീജങ്ങൾ എടുത്തുകൊണ്ട് അതിനെ കാലാധിപർത്തിയായ വലിയ നോവലുകളൊക്കെ ആക്കി മാറ്റിയ മനുഷ്യനോട് ആ നാടിന് വലിയ കടപ്പാടുണ്ട്. തിരിച്ച് എം ഡിക്കും ആ നാടിനോട് അവിടുത്തെ ബിംബങ്ങൾ സമ്മാനിച്ചതിന്, അവിടുത്തെ വാക്കുകൾ സമ്മാനിച്ചതിന് ആ നാടിനോടും എം ഡിക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടായിരുന്നു. അവർ പറയുകയായിരുന്നു, കൂടല്ലൂരിന് എപ്പോഴും ഒരു പരിഗണന എം ഡി ഉണ്ട്. ഈ സിത്താരയുടെ വാതിലുകൾ എപ്പോഴും കൂടല്ലൂരിലൊക്കെ തുറന്നിരിക്കും. ഇപ്പോൾ സംസാരിച്ചിരുന്ന അൻവർ ഒരു ഓൺലൈൻ ചാനലുണ്ട്. അതിനുവേണ്ടി എപ്പോൾ എം ഡി അടുത്ത് വന്ന് സംസാരിച്ചാലും ഇഷ്ടം പോലെ വാദോരാതെ കൂടല്ലൂരിനെ പറ്റി പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയും ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് ഓർമ്മിക്കുന്നു. അങ്ങനെ 100 മനുഷ്യൻ ഇങ്ങോട്ടേക്ക് വരികയാണ്. ഉന്മേഷ് എം ഡിയെ ഓരോരോ തലത്തിൽ ഓർത്തെടുക്കുകയാണ്. ഓരോരുത്തർക്കും എം ഡിയുമായി പങ്കുവയ്ക്കാൻ ഓരോരോ വ്യക്തി അനുഭവങ്ങൾ എന്തായാലും ഉണ്ട്. ഇനി നേരിട്ട് വ്യക്തി അനുഭവം ഇല്ലാത്തവർക്ക് അദ്ദേഹത്തിൻ്റെ രചനകൾ അത് വ്യക്തി അനുഭവമായി മാറുന്നുണ്ട്. അത് ഒരാളുടെ ഒരു നോവൽ, അത് നോവൽ എന്നതിനൊക്കെ അപ്പുറം യഥാർത്ഥ ജീവിതമാണെന്ന് ആളുകൾക്ക് തോന്നുന്നിടത്താണ് ഒരു കഥാകാരൻ്റെ പൂർണ്ണത. ആ പൂർണ്ണത പലയാവർത്തി രണ്ടാമൂഴത്തിൽ അല്ലാതെ രണ്ടാമൂഴം മഹാഭാരതത്തിൻ്റെ പുനരാഖ്യാനമാണ്. അതല്ലാതെ ഈ പറഞ്ഞ നാലുകെട്ടാവട്ടെ അല്ലെങ്കിൽ മറ്റ് നോവലുകളാവട്ടെ മറ്റ് ചെറുകഥകളാവട്ടെ അതൊക്കെ ജീവിതം തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യർ, അതാൽ സ്വാധീനിക്കപ്പെട്ട മനുഷ്യർ, ആ വഴികളിൽ ജീവിക്കുന്ന മനുഷ്യർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അത് ഒരു കഥാകാരൻ്റെ പൂർണ്ണത. ഉറപ്പായും ഉന്മേഷ് നേരത്തെ പറയാം, നമുക്ക് കവിതയിൽ ചങ്ങമ്പഴി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കഥയിൽ എം ഡി ഉണ്ടായിരുന്നു നമുക്ക് വരും കാലത്തോട് ഉറപ്പായും പറയാം. അത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, അത് സിനിമയിലാവട്ടെ, അത് എഴുത്തിലാവട്ടെ, അത് ചെറുകഥയിലാവട്ടെ, ലേഖനത്തിലാവട്ടെ, അത് അങ്ങേയറ്റം വിപ്ലവാത്മകവും പാത്ത് ബ്രേക്കിങ്ങുമാണ് എന്നുള്ള കാര്യം പലയാവർത്തി ഓർപ്പിക്കുക. അത് നേരത്തെ ഈ രണ്ടാമൂഴത്തിൽ ഭീമൻ്റെ സങ്കടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് എഴുത്തിലെ ഒരു പാത്ത് ബ്രേക്കിംഗ്, അത് ഞെട്ടലായിരുന്നു. അത് പലരും പറയുന്നുണ്ട്. അത് എം ടി വാസുദേവൻ എഴുത്തിൻ്റെ ഒരു ഉത്തംഗതയിൽ നിൽക്കുന്ന സമയത്ത് വന്ന ഒരു നോവലാണ് രണ്ടാമൂഴം. അതിൻ്റെ തീവ്രത അതിൽ പ്രകടമാണെന്ന് പറയുന്നുണ്ട്. ഇനി അതിനുശേഷം സിനിമയിലേക്ക് വന്നാൽ ഇപ്പോൾ നിർമാല്യമൊക്കെ വീണ്ടും ആളുകൾ ഓർത്തെടുക്കുകയാണ്. നിർമാല്യം പോലൊരു സിനിമ, നേരത്തെ SKN പറഞ്ഞതുപോലെ നിർമാല്യം പോലൊരു സിനിമ ഇപ്പോൾ അചിന്ത്യമാണ്, ചിന്തിക്കാൻ പോലും കഴിയുകയില്ല. കാലം അത്രയും ദൈവമായി ഉറഞ്ഞുതുള്ളി, ദാരിദ്ര്യത്താൽ ഗതികെട്ട്, വെളിച്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ ക്ഷേത്രസന്നിധിയിലേക്ക് കടന്നു കയറി വിഗ്രഹത്തിലേക്ക് വായുലൂറി വന്ന ചോര കാരത്തുപ്പുക, അതിനുശേഷം വാള് വലിച്ചെറിയുക എന്നൊക്കെയുള്ള ആ ഒരു സിനിമ അതുവരെയുള്ള മലയാള സിനിമ സങ്കല്പത്തിന് വലിയ ഷോക്കാണ്. ഒരുപക്ഷെ ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് മലയാള സിനിമ മുക്തമായിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരു കാലത്തും ഇനി അങ്ങനെ ഒരു സിനിമ ഉണ്ടാവില്ലെന്ന് നമുക്ക് ഉറപ്പായും പറയാം. ഉന്മേഷ് കാര്യം നേരത്തെ ക്യാമറമാൻ വേണു ഒരു ട്രൂ കോപ്പി രഘു ഞാൻ കാണുകയായിരുന്നു.